എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ 2 ദിവസം മുന്നേ നടന്ന ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്നുള്ള എക്സാമിനുള്ള അക്കൗണ്ട്സ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്കുള്ള എക്സാം നടന്നിരുന്നു. അതിൻ്റെ മാത്സ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾറെഡി അപ്ലോഡഡ് ആണ്. സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇത് എല്ലാ എക്സാമിനും നമുക്ക് വേണ്ടതാണ്. കാരണം 8, 9, 10 എന്നീ ക്ലാസ്സുകളിലുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ ഇത് എല്ലാ എക്സാമിനും തയ്യാറെടുക്കുന്നവരും കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. SN denote the sum of first n terms of an AP. If S40 equal to 1030 and S12 equal to 57, then S30 minus S10 is equal to. നമുക്കറിയാം ഒരു AP ആണെങ്കിൽ SN കാണാനുള്ള ബാക്കി എന്താണ്? SN equal to n/2 into 2a plus n-1 into d അല്ലേ? AP ആണെങ്കിൽ ആണ്. അപ്പൊ S40 നമുക്ക് എങ്ങനെ എഴുതാം? S40 equal to 40/2 എന്ന് പറഞ്ഞാൽ 20 into 2a എന്ന് പറഞ്ഞാൽ 2 into 2a plus n-1 എന്ന് പറഞ്ഞാൽ 40 minus 1 39d ഈക്വൽ ടു എത്രയെന്ന് തന്നിട്ടുണ്ട്? 1030 എന്ന് തന്നിട്ടുണ്ട്. ഇനി S12 തന്നിട്ടുണ്ട്. S12 എങ്ങനെയാണ് എഴുതുക? 12 divided by 2 എന്ന് പറഞ്ഞാൽ 6 into 2a plus n-1 എന്ന് പറഞ്ഞാൽ 11d ഈക്വൽ ടു എന്താണ്? 57. ഇതിന്ന് അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്ന് ഞാൻ ഈ 20നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്താവും? അതായത് 2a plus 39d ആവും അല്ലെ? അത് എത്രയാണ് വരിക? 103/2 എന്നാവില്ലേ? കാരണം ഈ 0 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇത് ഒരു ഫസ്റ്റ് ഇക്വേഷൻ ആയി എടുത്തു. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? ഞാൻ എടുത്തത് 2a plus 11d ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 57/6 വന്നു. അപ്പൊ ഇതിനെ ഞാൻ ഇനി എന്ത് ചെയ്തു? ഇതിനെ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ 2a minus 2a ഇത് ക്യാൻസൽ ചെയ്ത് പോയി. 39d minus 11d എത്രയാണ് വരിക? 28d അല്ലെ? 28d ഈക്വൽ ടു എന്ത് വരും? 103/2 minus 57/6. ഇതിന്റെ LCM എന്ത് വരും? by 6 ആണ് അല്ലെ? അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താണ്? 309 minus 57 divided by 6 എന്ന് വരും അല്ലെ? അത് എത്രയാണ് വരിക? ഇവിടെ എന്ത് വരും? 7ഉം 2ഉം ആണ് 9 അല്ലെ? 5 252 divided by 6. അപ്പോൾ ഇതില് എത്ര പ്രാവശ്യം പോകും? 6 4 24, പിന്നെ 12 6 12 42 അല്ലെ? അപ്പൊ 28d എന്ന് പറയണത് 28d എന്ന് പറയണത് എന്തെന്ന് വന്നു? 42 എന്ന് വന്നു. അപ്പൊ d എന്താണ് വരിക? നോക്കൂ, d ഈക്വൽ ടു 42/28 അല്ലെ? അപ്പൊ എന്ത് വരും? 2 പോവും അല്ലെ? 21. ഇവിടെ 2 പോവുമ്പോ 14, 7 പോവും അല്ലെ? ഈ 7 14, ഇവിടെ 3 7 21. അപ്പൊ 3/2 ആണ് d വരിക അല്ലെ? d ഈക്വൽ ടു 3/2. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? d ഈക്വൽ ടു 3/2. ഇനി നമുക്ക് a കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ a കിട്ടില്ലേ? അപ്പൊ a എന്താ വരും? 2a ഈക്വൽ ടു 103/2 മൈനസ് 39 ഇൻറ്റു 3/2 അല്ലെ? അപ്പൊ എന്ത് വരും? 103 മൈനസ് 9 27 2 117/2 അല്ലെ? ഇനി ഈ രണ്ടും കൂടി ഈ താഴേക്ക് വരില്ലേ? അപ്പൊ 103 മൈനസ് 117 എത്രയാണ്? -14 വരില്ലേ? അപ്പം -14/2 അതായത് -7.
അപ്പൊ എ എന്ത് വരും? -7/2 എന്ന് വരില്ലേ? 2a എന്ന് പറയുന്നത് -7 ആണ് വെച്ചെങ്കിൽ എ എന്ന് പറയുന്നത് എന്ത് വരും? -7/2 എന്ന് വരില്ലേ? അപ്പൊ എ -7/2 വന്നു, ഡി 3/2 വന്നു. ഇനി നമുക്ക് ആൻസർ നോക്കി അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? എ ഈക്വൽ ടു -7/2 എന്നും കിട്ടി, ഡി ഈക്വൽ ടു 3/2 എന്നും കിട്ടി. കാരണം ഇവിടെ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ക്യാൻസൽ ചെയ്തത് കേട്ടോ. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി S30 - S10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? S30നെ എങ്ങനെ എഴുതാം? 30/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 15 ആണ് അല്ലെ? 15 into 2a plus 29d equal 29d minus S10 എങ്ങനെ വരും? 5 into 2a plus 9d അല്ലേ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇവിടെ 15 2 30 വരില്ലേ? 30a മൈനസ് i2 10a വരില്ലേ? അടുത്തത് എന്താ വരിക? പ്ലസ് ഡി ഇൻറ്റു 29 ഇൻറ്റു 15 മൈനസ് പിന്നെ എന്ത് വരും? 5 ഇൻറ്റു 9 45 വരും അല്ലേ? അപ്പൊ ഇത് വരും 20a പ്ലസ് ഡി ഇൻറ്റു എന്ത് വരും? 29 ഇൻറ്റു 15 കാണാ എങ്ങനെയാ നമ്മൾ വേഗത്തിൽ കാണാ? 290ഉം പിന്നെ 29 ഇൻറ്റു 5ഉം അല്ലെ? 9 × 5 45, 4 145 അല്ലെ? 5 9 4 13 1 435. അപ്പൊ 435ന്ന് 45 മൈനസ് ചെയ്യണം അല്ലെ? അപ്പൊ 35 മൈനസ് ചെയ്താൽ 400 അപ്പൊ 390 ആണ് അല്ലെ? 390. അപ്പൊ ഡി ഇൻറ്റു 390 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് എ തന്നുണ്ട് 20 അല്ല നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു -7/2. അപ്പൊ -7/2. അപ്പൊ ഇവിടെ എന്ത് വരും? -7d എന്ന് വന്നില്ലേ? പ്ലസ് ഡി ഇൻറ്റു 3/2 ഇൻറ്റു 390. അപ്പൊ ഇത് എന്ത് വരും? 2 19 9 2 18 10 i2 10. അപ്പൊ 195 ഇൻറ്റു 3. 195 ഇൻറ്റു 3 എത്രയാണ്? 3 5 15 ബാക്കി 1 3 9 27 1 28 2 5 585 മൈനസ് 70. അപ്പൊ എന്താണ് ആൻസർ വരിക? 515 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ഫസ്റ്റ് 3 terms of an AP is 30 and sum of the last 3 terms is 36. If the first term is 9, then the number of terms is. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് ഞാൻ ഫസ്റ്റ് 3 terms of an AP എങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതിക്കൂടെ? a plus d a plus 2d ഇങ്ങനെ ഞാൻ എടുത്തു. അപ്പൊ ഇതിന്റെ സമ്മാണ് തന്നിരിക്കണേ അല്ലെ? അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 3a plus 3d എന്ന് വരില്ലേ? അതെന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ a plus d എന്ത് വരും? 30/3 വരില്ലേ? 3നെ പുറത്തേക്ക് എടുത്താൽ a plus d ആയില്ലേ? അപ്പൊ 30/3 എന്ന് പറയുന്നത് 10 ആയില്ലേ? ഇനി ലാസ്റ്റ് 3 ടേംസ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ലാസ്റ്റത്തെ a പ്ലസ് എൻ ഡി എന്ന് എടുത്താ അതിന് മുന്നത്തെ എങ്ങനെ വരും? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് വരില്ലേ? ഇനി അതിന് മുന്നത്തെ എന്ത് വരും? a പ്ലസ് n മൈനസ് 2 ഇൻറ്റു ഡി വരില്ലേ? അപ്പോ ഇത് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി കൂട്ടിയാ നമുക്ക് എന്ത് പറയണം? 36 കിട്ടണം. അപ്പൊ എന്ത് വരും? 3a പ്ലസ് ഡി ഇൻറ്റു പിന്നെ ബാക്കി എന്ത് കൂട്ടണം? n പ്ലസ് n മൈനസ് 1 പ്ലസ് n മൈനസ് 2 അല്ലേ? അപ്പൊ എന്ത് വരും? 3a പ്ലസ് ഡി ഇൻറ്റു 3n മൈനസ് 3 അല്ലേ? അപ്പൊ 3 പുറത്തേക്ക് എടുത്തൂടെ എല്ലാത്തുനിന്നും? അപ്പൊ a പ്ലസ് ഡി ഇൻറ്റു എന്ത് വരും? n മൈനസ് 1 എന്ന് വന്നില്ലേ? അതെന്ന് പറയുന്നത് 36 ആണെന്നാണ് തന്നിരിക്കണേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? a പ്ലസ് ഡി ഇൻറ്റു
n-1നെ എന്ത് എഴുതാം? 36/3 12 എന്ന് എഴുതാം. ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കൂ. ഇതിന്ന് നമുക്ക് n കണ്ടുപിടിക്കാൻ പറ്റില്ലേ നോക്കൂ. എന്താണ് തന്നിരിക്കണേ? ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 9. അപ്പൊ ഇവിടെ 9 ഫസ്റ്റ് ടേം a 9 എന്ന് കൊടുത്താൽ d എന്താവും? 10 - 9 ആവും, 1 ആവും അല്ലെ? അപ്പൊ d1 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 9 എന്നും ഡിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ കിട്ടുക? ഇവിടെ 9 കൊടുത്തു അല്ലെ? 9 + 1 × n-1 = 12. അപ്പൊ n-1 എന്ത് വരും? 12 - 9, അതായത് 3. അപ്പൊ n എന്ത് വരും? 3 + 1. അത് എത്രയാണ്? 4. നമ്പർ ഓഫ് ടേംസ് അപ്പൊ എന്താണ് വരിക? n = 4 എന്നുള്ളതാണ് വരിക. ഇതില് ആൻസർ കാണാനില്ല, പക്ഷെ നമുക്ക് ആൻസർ അങ്ങനെയാണ് വരിക. n = 4 എന്നുള്ളതാണ്. അപ്പൊ നമ്പർ ഓഫ് ടേംസ് എത്ര എണ്ണാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പ്രൊവിഷണൽ ആൻസർ കീയിൽ നമുക്ക് d എന്നുള്ളതാണ്, 5 എന്നുള്ളതാണ് തന്നിരിക്കുന്നത് കേട്ടോ. അത് തെറ്റാവാനാണ് സാധ്യത. ഇതാണ് n = 4 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രേഡർ mixes 26 kilogram of rice at ₹20 per kilogram with 30 kilogram of rice of other variety at ₹36 per kilogram and sells the mixture at ₹30 per kilogram. His profit percentage is. നമുക്ക് എന്താ തന്നിരിക്കണേ? 26 കിലോഗ്രാം 20 രൂപ വെച്ച്. അപ്പൊ എത്രയായി ടോട്ടല്? 26 × 20 ആയി അല്ലെ? ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 26 കിലോഗ്രാമിന് 20 രൂപ വെച്ചിട്ട്, പിന്നെ 30 കിലോഗ്രാമിന് 36 രൂപ വെച്ചിട്ട്. അപ്പൊ 30 × 36. ഇത് രണ്ടും കൂടി കൂട്ടിയതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വരും? 26 2 എന്ന് പറഞ്ഞാൽ 52 വരും അല്ലെ? 520 പ്ലസ് 36 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ 3 6 18, ഒക്കെ ഒന്ന് 108 അല്ലെ? 1080. 1080ഉം 520 എന്ന് പറഞ്ഞാൽ 1600 വന്നു അല്ലെ? അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1600 ആണ്. ഇനി എങ്ങനെയാണ് സെല്ല് ചെയ്തത്? 30 per kilogram ആയിട്ട്. അപ്പൊ എത്ര കിലോഗ്രാം ഉണ്ട് ആകെ? 26ഉം 30ഉം 56 കിലോഗ്രാം ആണ് ആകെ ഉള്ളത് അല്ലെ? ആ 56 കിലോഗ്രാമിന് 30 വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും നോക്കൂ. 3 6 18, ബാക്കി 1 3 5 15 1 16, 1680 രൂപ. പക്ഷെ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1600 രൂപ. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? 80 റുപ്പീസ് അല്ലെ? 80 രൂപയാണ് നമുക്ക് ലാഭമായിട്ട് കിട്ടിയത്. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് കാണാൻ വേണ്ടി ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എന്താണ് വരിക? 1600 അല്ലെ? 1600 × 100. ലാഭം ബൈ വാങ്ങിയ വില × 100. അതാണ് പ്രോഫിറ്റ് പെർസെന്റേജ്, ലാഭ ശതമാനം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതില് എത്ര പ്രാവശ്യം പോവും? 10 പ്രാവശ്യം. ഇത് 2 പ്രാവശ്യം. 10/2 എന്ന് പറഞ്ഞാൽ 5% ആണ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The percentage profit earned by selling an article for ₹1920 is equal to the percentage loss incurred by selling the same article for ₹1280. At what price should the article be sold to make 25% profit? നമുക്ക് എന്താണ് തന്നിരിക്കണേ? 1920 ആണ് വെച്ചെങ്കിൽ പെർസെന്റേജ് പ്രോഫിറ്റ് ഏൺഡ് ബൈ സെല്ലിംഗ് ദ ആർട്ടിക്കിൾ 1920 അല്ലെ? അപ്പൊ പ്രോഫിറ്റ് ആണ് കിട്ടുക. അപ്പൊ എന്താണ്? കോസ്റ്റ് പ്രൈസിന്റെ കൂടെ എന്താ കോസ്റ്റ് പ്രൈസ്? അപ്പൊ എന്ത് വരും? 1920 അതിന്ന്
പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് വരില്ലേ? കാരണം സെല്ലിംഗ് പ്രൈസ് ആണ് കൂടുതൽ അല്ലെ? അതിന്ന് എന്ത് മൈനസ് ചെയ്യണം? പ്രോഫിറ്റ്. പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് വരും? കോസ്റ്റ് പ്രൈസ് വരും അല്ലെ? കോസ്റ്റ് പ്രൈസ് അപ്പോൾ 1920 മൈനസ് എക്സ്. ഇനി എന്താണ് സെല്ലിംഗ് പ്രൈസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? അടുത്തത് എന്താണ് പറഞ്ഞേ? പെർസെൻറ്റേജ് ലോസ് ഇൻകേർഡ് ബൈ സെല്ലിംഗ് ദ സെയിം ആർട്ടിക്കിൾ ഫോർ ₹1280. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്താണ് വരിക? 1280 പ്ലസ് എക്സ് അല്ലേ? അപ്പൊ ഇനി എന്താ പറഞ്ഞേക്കണേ? ഇത് രണ്ടും സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ 1920 മൈനസ് എക്സ് എന്ന് പറയുന്നത് 1280 പ്ലസ് എക്സിന് തുല്യമാണെന്ന്. അപ്പൊ നമുക്ക് 2x എന്ന് പറയുന്നത് എന്ത് വന്നു? 1920 മൈനസ് 2x എന്ന് പറയുമ്പോ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി അല്ലെ? 1920 ഇതില് നമ്മൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് എടുത്തപ്പോ എക്സ് മൈനസ് അല്ലെ? എക്സ് എന്നാണ് മൈനസ് ചെയ്യേണ്ടത്. എക്സ് മൈനസ് 1280 ആണ് കോസ്റ്റ് പ്രൈസ് അല്ലെ? അപ്പോ ഇവിടെ എക്സ് മൈനസ് 1280 എന്ന് വന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക? 2x ഈക്വൽ ടു 1920 പ്ലസ് 1280. അപ്പൊ നമുക്ക് എന്ത് വരും? 3200. അപ്പൊ എക്സ് എന്ത് വരും? 3200 ഡിവൈഡഡ് ബൈ 2, അതായത് 1600. എക്സ് 1600 ആണ്. അതായത് നമ്മൾ എന്താ പറഞ്ഞത്? വാട്ട് പ്രൈസ് ഷുഡ് ദ ആർട്ടിക്കിൾ ബി സോൾഡ് ടു മേക്ക് 25% പ്രോഫിറ്റ്? അപ്പൊ 1600 25% പ്രോഫിറ്റ് ഉണ്ടാക്കണം വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 1600ന്റെ എത്ര പെർസെൻറ്റേജ് കാണണം? 125%ന് വിൽക്കണം അല്ലെ? അപ്പൊ എന്താണ് 125 ഇൻറ്റു 16? അത് എത്രയാണ്? 125 ബൈ അല്ല 125 ഇൻറ്റു 16 അല്ലെ? 10 പ്ലസ് 6 1250. പിന്നെ 6 5 30, 3 6 12 3 15 1 7. അപ്പൊ എന്ത് വരും? 2000 എന്ന് വരും. അപ്പൊ ആൻസർ എന്താണ്? 2000 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. U is to V equal to 4:7 and V is to W equal to 9:7. If U equal to 72, then what is the value of W? നമുക്ക് തന്നിട്ട് U is to V equal to 4:7 എന്നുള്ളത്. V is to W എന്നുള്ളത് 9:7 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ വിയും ഈ വിയും സെയിം ആക്കാൻ വേണ്ടി ഞാൻ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9 ഇൻറ്റു 7. അപ്പൊ ഇവിടെയും 7 ഇൻറ്റു 7. അപ്പൊ ഇവിടെ എന്ത് വരും? 36 വരും അല്ലെ? ഇവിടെ എന്താ വരിക? 63. 36 is to 63. ഇവിടെ എന്താ വരും? 63 is to 49. അപ്പൊ നമുക്ക് U എന്ന് പറയുന്നത് 36x എന്ന് എടുത്താ 36x എന്താണെന്ന് തന്നിട്ടുണ്ട്? 72 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എക്സിനെ നമുക്ക് എന്താ എഴുതാം? 72 ഡിവൈഡഡ് ബൈ 36. അത് എത്രയാണ്? 2 അല്ലെ? എക്സ് 2 ആണ് വെച്ചെങ്കിൽ W എന്താവും? 49x ആവും അല്ലെ? W എന്ന് പറയുന്നത് 49x ആവും. അപ്പോൾ 49 ഇൻറ്റു എക്സ് എന്ത് കിട്ടി? 2 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 98 എന്ന് എഴുതാം. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question വായിക്കാം. The ratio of Rahul's and Ramya's present age is 9:10. After 4 years,
The ratio of their ages become 11:12. What is Rahul's percentage? പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ പെർസെൻറ്റേജ് 9x-ഉം 10x-ഉം എന്ന് വിചാരിക്കാം. അതായത് ഇത് രാഹുലിന്റെ, ഇത് രമ്യയുടെ പെർസെൻറ്റേജ്. ഇനി 4 വർഷം കഴിയുമ്പോൾ അപ്പോൾ 9x + 4 ആയി അല്ലേ. രമ്യയുടെ എന്തായി? 10x + 4 ആയി. അതിന്റെ റേഷ്യോ എന്ന് പറയണത്, അതായത് ഇത് ഡിവൈഡഡ് ബൈ ഇത് എന്ന് പറയണത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 11/12 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? 12 × 9x + 4 = 11 × 10x + 4. അപ്പൊ എന്ത് വരും? 19 108, 108x + 14 48 = 110x + 44. അപ്പൊ നമുക്ക് എന്ത് വരും? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാ 2x = 48 - 44, അതായത് 4. x = എന്ത് വരും? 4/2, 2 വരും. അപ്പൊ x 2 ആണ് വെച്ചെങ്കിൽ രാഹുലിന്റെ ഇപ്പോഴത്തെ ഏജ് 9x ആണ് അല്ലെ. അപ്പൊ 9 × 2 എത്രയാണ്? 18 ഇയേഴ്സ് ആണ് അപ്പൊ രാഹുലിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two numbers are less than a third number by 30% and 37% respectively. How much percentage is the second number less than the first number? തേർഡ് നമ്പർ ഞാൻ എക്സ് എന്ന് വിചാരിച്ചു. തേർഡ് നമ്പർ എക്സ് എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതായത് ഈ എക്സ് മൈനസ് അല്ലെ എക്സിന്റെ 30% അല്ലെ, 30% എന്ന് പറയുന്നത് എത്രയാവും? 30% എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് മൈനസ് എക്സ് ഇൻറ്റു 30% എന്ന് പറയുന്നത് എന്താണ്? അതായത് എക്സ് ഇൻറ്റു 1 - 0.3 അല്ലേ. അത് എത്രയാണ്? 0.7x അല്ലേ. ഇനി അടുത്തത് എന്താ പറഞ്ഞ? 37% ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാം? എക്സ് മൈനസ് എക്സ് ഇൻറ്റു 37% ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു 1 - 0.37 അല്ലേ. 1 - 0.37 എങ്ങനെയാ കാണാന്ന് നിങ്ങൾക്ക് അറിയാം. 1.00 - 0.37 ഇങ്ങനെയാണ് എഴുതണ്ടേ കേട്ടോ. 0 - 7 പോവാല്ലോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് എടുക്കാം അല്ലെ. അപ്പൊ ഇത് എന്താവും? 10 ആവും. 10ന്ന് 1 ഇങ്ങോട്ട് തന്നെ എടുത്താ അപ്പൊ ഇവിടെ 10 ആവും, ഇവിടെ എന്താവും? 9 ആവും. 10 - 7 3 ആയി, 9 - 3 6 ആയി. അപ്പൊ ഇവിടെ എന്താ വരാ? 0.63x എന്ന് വന്നു. ഇനി എന്താ പറഞ്ഞേക്കണേ? Two numbers are less than a third number by 30% and 37% എന്ന് പറഞ്ഞിട്ടുണ്ട്. How much percentage is the second number less than the first? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഡിഫറൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഡിഫറൻസ് ഈക്വൽ ടു 0.7 - 0.63x അല്ലേ. 0.7 - 0.63x. അപ്പൊ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുക? 0.7 - 0.63 ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ 0 ഇടുക. അപ്പോൾ ഇവിടുന്ന് എടുക്കണം. അപ്പോൾ 10 ആവും. ഇവിടെ 10 - 3 7 ആയി, 6 - 6 0 ആയി, 0.07. അപ്പൊ ഡിഫറൻസ് എന്ത് വന്നു? 0.07 എന്ന് വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം? പെർസെൻറ്റേജ് ഈക്വൽ ടു 0.07 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഏതിലാണ് കണ്ടെത്തേണ്ടത്? അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ നിന്നാണ് കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്താണ്? 0.7x ആണ്. അപ്പോൾ 0.07x എന്നുണ്ട് കേട്ടോ. 0.07x ഡിവൈഡഡ് ബൈ 0.7x ഇൻറ്റു 100. അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? 0.07 എന്ന് പറഞ്ഞാൽ എന്താണ്? 7/100 ആണ് അല്ലേ. ബൈ 0.7 എന്ന് പറഞ്ഞാലോ 7/10 ആണ്. ഇൻറ്റു
100ഉം ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ 100ഉം ഈ 100ഉം പോയില്ലേ? ഈ 7ഉം ഈ 7ഉം വെട്ടിപ്പോയില്ലേ? അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വരിക? 10% എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A number is first decreased by 20% and then increased by 15%. The number so obtained is 64 less than the original number. The original number is. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? അതായത് ഞാൻ ഈ നമ്പർ എക്സ് 100x എന്ന് വിചാരിച്ചു. ലെറ്റ് ദ നമ്പർ ബി നമ്പർ 100x ആണെന്ന് വിചാരിച്ചു. അപ്പോ ഇനി എന്താ പറഞ്ഞേക്കണേ? 20% നമ്പർ ഈസ് ഫസ്റ്റ് ഡിക്രീസ്ഡ് ബൈ 20% അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് 100xന്റെ 20% ലെസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ എത്ര പെർസെന്റേജ് ഉണ്ടാവും? അപ്പൊ 80% ആവും അല്ലെ? അപ്പൊ 80x ആവില്ലേ? കാരണം 20% ഡിക്രീസ് ചെയ്തു. അപ്പൊ 100ന്റെ 20% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 20 ആണ്. അപ്പൊ 100ന്ന് 20 മൈനസ് ചെയ്തത് പിന്നെ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ 80x ഉണ്ടാവുള്ളൂ. ഇനി പിന്നെ എന്താ ചെയ്തത്? ഇൻക്രീസ്ഡ് ബൈ 15%. അപ്പൊ 80x പിന്നെ എന്തായി? 80xും പിന്നെ 100 പ്ലസ് 15/100 അല്ലെ? 100 പ്ലസ് 15/100 എന്ന് പറയുന്നത് 115% അല്ലെ? ഇൻക്രീസ്ഡ് ചെയ്ത 15% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് 115% തീർന്നു അല്ലെ? അപ്പൊ 80xും പിന്നെ 115%. അപ്പൊ 80xന്റെ 115% അല്ലെ? അപ്പൊ ഇവിടെ ഇൻറ്റു ആണ് അല്ലെ? അപ്പൊ എന്ത് വരും? 80 ഇൻറ്റു 115/100 അതെത്രയാണ്? 40 4 12 1 5 8 40 4 8 4 12 1 9 920 അല്ലേ? 920 ഡിവൈഡഡ് ബൈ 10 എക്സ് അല്ലേ? എക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് വരും? 0 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 92 എന്ന് വരും അല്ലേ? 92x. അപ്പൊ നമുക്ക് ഇനി എന്താണ് ഉണ്ടായത്? അതായത് ദ നമ്പർ സോ ഒബ്റ്റെയിൻഡ് ഈസ് 64 ലെസ് ദാൻ ദ ഒറിജിനൽ നമ്പർ. അതായത് 100x മൈനസ് 92x എന്ന് പറയുന്നത് 64 ആണ് എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് പറയാം? 8x എന്ന് പറയുന്നത് 64 ആണെന്ന് വന്നില്ലേ? അപ്പൊ എക്സ് എന്ത് വരും? 64/8 അതായത് 8 എന്ന് വന്നു. അപ്പൊ എക്സ് 8 ആണ് വെച്ചെങ്കിൽ നമ്പർ ഞാൻ എന്തായിട്ട് എടുത്തത്? 100x ആണെന്നാണ് എടുത്തത്. അപ്പൊ 100 ഇൻറ്റു 8 അതായത് 800. അപ്പൊ ഏതാണ് നമ്പർ? 800 എന്നുള്ളതാണ് നമ്പർ, ഒറിജിനൽ നമ്പർ. മനസ്സിലായെന്ന് വിചാരിക്കണു. ഓരോന്നും നമ്മൾ ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും കുറയ്ക്കണം. അപ്പൊ 100% വെച്ചെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ 80%ആയി അല്ലെ? അപ്പൊ അത് 100x 20 കുറഞ്ഞ 80x ആയി. പിന്നെ എന്താണ്? then increased by 15%. അപ്പോഴാണ് 80xന്റെ 115% പിന്നെ വന്നത് അല്ലെ? കാരണം എന്താണ്? 15% ഇൻക്രീസ് ചെയ്യുക ചെയ്തത്. അപ്പൊ 100ഉം കൂടെ 15% കൂടി കൂട്ടിയപ്പോ 115% ആയി അല്ലെ? അപ്പൊ 80xന്റെ 115% ആണ് ഉള്ളത്. പിന്നെ അതിന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The difference of compound interest and simple interest on a principal amount for 2 years at 4% per annum is ₹20. The principal is.
എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 20 ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇനി എന്താണ്? അതായത് 4% ആണ് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? പി ഇൻറ്റു 2 ഇയേഴ്സിനാണെന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു എൻ മൈനസ് 1 ആണ് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അല്ലെ? -1 എന്തുകൊണ്ടാണ് ഞാൻ വന്നത്? അതായത് നമുക്ക് വരുന്നത് പലിശയടക്കം മുതലാവും. അതിന്ന് പി മൈനസ് ചെയ്താലേ നമുക്ക് പലിശ മാത്രം കിട്ടുള്ളൂ, അല്ലെ? അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കണേ. അപ്പൊ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു എൻ മൈനസ് 1 എന്നുള്ളതാണ് വാക്യം. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ വാക്യം എന്താണ്? പി എൻ ആർ ബൈ 100 ആണ്, അല്ലെ? പി എൻ ആർ ബൈ 100 ആണ്. ഇതെന്ന് പറയുന്നത് 20 ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതില് പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? പി നമുക്ക് കണ്ടുപിടിക്കണം. പി ഞാൻ എക്സ് എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഞാൻ പി എക്സ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പി തന്നെ എടുത്താലും മതി. ഇനി ഇവിടെ എന്താണ് വരിക? ഇവിടെ 4% ആണ്. അപ്പൊ 6ന് 4 എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ 4 കൊടുക്കാം. n എന്താണ്? 2 ആണ്, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും നോക്കൂ? പി ഇൻറ്റു 1 പ്ലസ് 4/100 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.04, അല്ലെ? അപ്പൊ 1.04 ഹോൾ സ്ക്വയർ എന്ന് വന്നില്ലേ? -1 ആണ് വരിക. മൈനസ് പി എൻ ആർ ബൈ 100. എന്നിന് എന്ത് വന്നു? 2 ആണ്. ആർ എന്ത് വന്നു? 4 വന്നു. അപ്പൊ 4 ഇൻറ്റു 2 8. 8/100 എന്ന് പറഞ്ഞാൽ 0.08. സോ 0.08 പി ഈക്വൽ ടു 20. ഇനി 1.04 ഹോൾ സ്ക്വയർ എങ്ങനെയാ ചെയ്യാം? 104 ഇൻറ്റു 104 പിടിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം? പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും? 0.0816 എക്സ് എന്ന് വരും. 0.0816 വരും. കാരണം 1.0816 ആണ് നമുക്ക് വരിക. -1 ചെയ്താൽ 0.0816 വരും. അത് പി മൈനസ് 0.08 പി എന്ന് പറയുന്നത് 20 ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്ന് നമുക്ക് 0.08 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 0.0016 പി എന്ന് കിട്ടിയില്ലേ? ഈ 0.0016 പി ആണ് എന്ന് പറയുന്നത് 20 എന്ന് പറയുന്നത്. അപ്പൊ പി എന്ന് വരും 20 ഡിവൈഡഡ് ബൈ 0.0016. അപ്പൊ ഇതിനെ നമുക്ക് എന്താ എഴുതാം? 20 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു എത്ര സീറോ വരും? 4 സീറോ, അല്ലെ? അപ്പൊ 10,000 വരില്ലേ? ഇനി ഇവിടെ എന്ത് വരും? 16 ആവുമ്പോ 8 ആണ്, അല്ലെ? ഇവിടെ വരുമ്പോ 10. ഇത് 1000-ല് 8 എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പൊ 1250 ഇൻറ്റു 10 ആണ് വരിക. അപ്പൊ എന്താണ് വരിക? 12,500. നമുക്ക് അറിയണം 1000 ഡിവൈഡഡ് ബൈ 8 എന്നുള്ളത് 125 ആണ് കേട്ടോ. അത് 6ാം ക്ലാസ്സിൽ തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ 125ഉം പിന്നെ ഒരു സീറോയും കൂടി കൂട്ടി. കാരണം 10,000 ആണ്, അത് കാരണമാണ് ഞാൻ 0 കൂട്ടിയത്. അപ്പോൾ ഇൻറ്റു 10, അപ്പോൾ 12,500 എന്ന് വരുന്നു. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A man borrowed some money and agreed to pay off by paying rupees 3,150 at the end of first year and rupees 4,410 at the end of second year. If the rate of compound interest is 5% per annum, then the amount borrowed is. എന്താ പറഞ്ഞിരിക്കണേ? ഫസ്റ്റ് ഇയർ എത്ര
തരാമെന്നാണ് പറഞ്ഞിരിക്കണേ. ഫസ്റ്റ് ഇയർ 3150 ആണ് പറഞ്ഞിരിക്കണേ അല്ലെ. അപ്പൊ P ഇൻറ്റു 1+R/100 ഹോൾ റേസ് ടു 1 അല്ലെ. N1 അല്ലേ. R എന്താണ്? 5 ആണ്. അപ്പൊ ഇവിടെ 5 എന്ന് എഴുതാം. 5/100 ഹോൾ റേസ് ടു 1 എന്ന് പറയുന്നത് 3150 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്ന് P കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് P കണ്ടുപിടിക്കുക? P ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 105 ഡിവൈഡഡ് ബൈ 100 അല്ലേ വരിക. അപ്പൊ ഈ ഇൻറ്റു 100 അല്ലെ, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 105. ഇവിടെ എത്ര പ്രാവശ്യം പോവും? 2 10, ഓരഞ്ച് 5 അല്ലെ. ഇവിടെ എന്താണ്? 6 5 30, പിന്നെന്താണ് 15 3 5 15 630 അല്ലെ. 21 3 63 അല്ലെ. അപ്പൊ 30. അപ്പൊ ഇവിടെ എന്ത് വരും? 3000 എന്ന് വരും അല്ലെ. 3000 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ P 3000 ആണ്. ഇനി സെക്കൻഡ് ഇയർ എത്ര കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കണേ? സെക്കൻഡ് ഇയർ 4410 ആണ്. അതെന്ന് പറയണത് P ഇൻറ്റു 1+R/100 5/100 ഹോൾ റേസ് ടു 2 അല്ലേ. അപ്പൊ അതെന്താണ് വരിക? P എന്താണ് വരിക? അപ്പൊ ഇവിടെ എന്ത് വരും? 100 + 5 105/100 ഹോൾ സ്ക്വയർ വരും അല്ലെ. അപ്പൊ P എന്ന് പറയുന്നത് എന്ത് വരും? 4410 ഇൻറ്റു 100 ഇൻറ്റു 100/105 ഇൻറ്റു 105. അപ്പൊ ഇവിടെ എന്ത് വരും? 21 വരും അല്ലെ. 21 5. അപ്പൊ ഇവിടെ എന്താണ്? 8 5 40, 8 5 40, 2 10 അല്ലെ. ഇവിടെ ഇനി ഇവിടെ ഒന്നും കൂടി 5 വന്നാൽ 21 തന്നെ. അപ്പൊ ഇവിടെ 25 100 എന്ന് വരും അല്ലെ. 21 എന്ത് പോവും? 21 അല്ലെ. 21 ആവുമ്പോ എന്താണ്? 21 ഇൻറ്റു 21 എത്രയാണ്? 441 ആണ് അല്ലെ. അത് 882 2 പ്രാവശ്യമാണ് പോവുക അല്ലെ. അപ്പൊ 2 ഇൻറ്റു 20 ഇൻറ്റു 100 അതെത്രയാണ്? 4000 എന്ന് വന്നോ. അപ്പൊ ആദ്യത്തെ ഇയർ 3000, പിന്നത്തെ ഇയർ എന്താണ്? 4000 എന്നും വന്നു P. അപ്പൊ രണ്ടും കൂടി കൂട്ടിയ എത്രയാണ്? 7000. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.